നമുക്കൊരു ഒന്നൊന്നര ചോദ്യം ഉണ്ടെന്ന് പറ. ഗവർണറുടെ ഒരു നന്ദി പ്രമേയത്തെ സർ ഞാൻ എതിർക്കുകയാണ്. എന്താ ഇത്? എന്തിനാ കരയുന്നേ? ഈ കൂടുതൽ ഇനി എന്താ അപകടം വരാനാ എന്റെ കൊച്ചമ്മണി? ഭരണപക്ഷം പ്രതിപക്ഷ നേതാവിന്റെ നേരെ ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. നിങ്ങൾക്ക് ഏറ്റവും അധികം പേടിയുള്ള ഒരാള് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ്. മുഖ്യമന്ത്രി സൂര്യനെ പോലെയാണെന്ന് പറഞ്ഞു. ആര്? എം.വി. ഗോവിന്ദൻ മാസ്റ്റർ. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. ഇവനൊക്കെ എന്നാ ഉത്തരവാദിത്ത ബോധം ഉണ്ടാകുന്നേ? എന്റെ മണ്ഡലത്തിന് സജി ചെറിയാൻ വന്നിട്ട് ചൊറിഞ്ഞു. ഇനി നീ എങ്ങാനും നവ കേരള സാസ് എന്താ ഉണ്ടായത്? നിങ്ങൾ ആദ്യം പറഞ്ഞു പരാതി സ്വീകരിക്കാനാന്ന് പറഞ്ഞു. എടാ എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയേ. എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാ. എന്നാ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ പറഞ്ഞു സംവാദാണെന്ന് പറഞ്ഞു. ആരോടങ്ങൾ സംവാദം നടത്തിയത്? അല്ല ചവിട്ടിയത് അണലിയാണില്ല. നീ ഒറ്റൊരുത്തം കാരണം മാനവ മര്യാദയ്ക്ക് ജീവിക്കുന്ന എനിക്ക് മനസമാധാനത്തോടെ വഴി നടക്കാൻ പറ്റാണ്ടായി. രാജീവൊക്കെ അത്യാവശ്യം വിവരമല്ല, ഒരു കോമൺ സെൻസിലെ ഒരു ബുദ്ധിയുടെ സാധനം ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ ഇങ്ങനുണ്ടോ? ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. സമരത്തിന്റെ കുത്തകാർക്ക കേരളത്തിൽ ഇങ്ങക്ക ആവാൻ സാധ്യതയുണ്ട്. തുലാമാസം കൊണ്ടേക്കാട് തിരുവനന്തപുരത്ത് പരിപാടികൾ നിങ്ങളെ തലയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ? സോറി പറഞ്ഞത് ഇത്തിരി കൂടി പോയ സാർ? ഇല്ല, കറക്റ്റ് അളവാ. ഇനി ആരോടെങ്കിലും സോറി പറയണോ? എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ.